വീട്ടിൽ വിളിച്ച് വരുത്തിയിട്ട് അപമാനിക്കുക എന്ന് പറയില്ലേ, എന്നെ അല്ല എന്റെ ഫ്രണ്ട്സിനെയാണ്. അപ്പൊ ഒരു മിനിറ്റ് ബിഗ് ബോസിൽ നിന്ന് വന്ന് മറ്റൊരു ഭവനത്തിലേക്ക് കയറാൻ പോവാണ്. ഒരിക്കലും ഫൈസൽക്കാരുടെ അടുത്തുനിന്ന് ഞാൻ ഇത് എക്സ്പെക്ട് ചെയ്തില്ല. എനിക്ക് ഒരുപാട് ബഹുമാനവും അതുപോലെ ഒരുപാട് സ്നേഹമുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു ഫൈസൽക്കാർ. അതൊന്നും ചുമ്മാ പറഞ്ഞതായിരുന്നില്ല. ഇങ്ങനെ ഒരു കേസ് ഇടുത്തി പോലെ തലേ വന്ന് വീഴുന്ന ആരെങ്കിലും വിചാരിച്ചോ? നിങ്ങളാണ് അവരെ ഇൻവൈറ്റ് ചെയ്തത്. എന്റെ അടുത്ത് നിന്നാണ് കോണ്ടാക്ട് മേടിച്ചിട്ട് അവരെ കോണ്ടാക്ട് ചെയ്തതും. മനുഷ്യനുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ഗുണം എന്താണെന്നറിയോ? അന്തസ്. അത് നിങ്ങൾക്കില്ല. അതേ ലാലട്ടാ, വീട്ടിൽ കയറ്റുകയാണെങ്കിൽ ഇപ്പോൾ കയറ്റണം. ബിഗ് ബോസിൽ അന്ന് പറഞ്ഞത് വെറും വാക്കാവരുത്. നിങ്ങൾ ഏത് സമൂഹത്തിലാണ് മുഴുവൻ സമൂഹം അക്സെപ്റ്റ് ചെയ്ത്? സംഭവം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും. നാട്ടിലെ പ്രമുഖ കോടീശ്വരന്റെ പാലുകച്ചലാണ് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ്. നിരവധി സെലിബ്രിറ്റികളാണ് വീട് കാണാൻ വന്നത്. എന്നാൽ ലെസ്ബിയൻ കപ്പിളായ ആദില നൂറ ഇവരെ അപമാനിച്ചത് ചർച്ചയാവുകയാണ്. ഫൈസലിക്ക ഇട്ട പോസ്റ്റാണ് പ്രശ്നം. പരിപാടിയിൽ 2 പെൺകുട്ടികൾ പങ്കെടുത്തത് എനിക്ക് മുൻകൂട്ടി അറിയില്ലായിരുന്നു. പൊതുസമൂഹത്തിന്റെ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചും സ്വന്തം മാതാപിതാക്കളെ തന്നെ ധിക്കരിച്ചും സമൂഹ മധ്യത്തിൽ താറടിച്ചും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവരെ സ്വീകരിച്ചതിലൂടെ പുതുതലമുറയ്ക്ക് ഒന്നും കിട്ടാനില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് എന്നാണ് മുതലാളി പറഞ്ഞത്. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. എന്നാൽ വിളിച്ചു വരുത്തി അപമാനിച്ചത് എന്തിനാണ് എന്നാണ് ബിഗ് ബോസ് താരം റസ്മിനെ ചോദിക്കുന്നത്. ആദില നൂറയുടെ കോൺടാക്ട് നമ്പർ ഞാൻ മുഖേനയാണ് കൊടുത്തത്. ഭയങ്കര സങ്കടമുണ്ട്. ഫൈസൽക്കാരുടെ അടുത്ത് നിന്നും ഇത് ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. എന്തൊക്കെയാണെങ്കിലും ഫൈസലിക്ക ഇപ്പോൾ എയറിലാണ്. ലാലേട്ടൻ അന്ന് ശരിക്കും പറഞ്ഞതാണെങ്കിൽ ഇപ്പോൾ ഇവരെ വീട്ടിലേക്ക് വിളിക്കണം എന്നാണ് പല കമന്റുകളും വരുന്നത്. ഈ സംഭവത്തിനോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്തുക.